ഹായ് ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം തന്നെ വേസ്റ്റ് മെറ്റീരിയലാണ്. കണ്ടില്ലേ, ബോട്ടലുണ്ട്, അതുപോലെ തന്നെ ഇത് ജ്യൂസിൻ വാങ്ങിച്ചതിൻ്റെ 2 ക്യാപ്പാണ്, അതുമുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇനിയെന്ന് വെച്ചാൽ ക്യൂടെക്സിൻ്റെ അടപ്പുണ്ട്, പിന്നെ കുറച്ച് ചെയിനുണ്ട്, ഡെക്കറേഷൻ ഐറ്റംസുകളുണ്ട്. ഇത് മാത്രമാണ് വാങ്ങിച്ചത്. ഇത് 25 റുപ്പീസിന് നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ച ചിന്നക്കടയിലുണ്ട് ഈ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും, ഈ ലൈറ്റ്നിങ്ങും എല്ലാം. ഇത് വെറും 25 റുപ്പീസേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്റ്റോറുകളിലൊക്കെ 30 റുപ്പീസ് ആവും. അപ്പം ഇതും നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ വാങ്ങിച്ചത്. ബാക്കി കംപ്ലീറ്റ് എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെയാണ്. ഈ ബോട്ടിൽസ്, ഈ ഒരു ബോട്ടിലും അതുപോലെ തന്നെ OHP ഗ്ലാസ് ഷീറ്റും എല്ലാം മോനും എല്ലാ പ്രാവശ്യം ഇരിക്കുന്നതാണ്. അവൻ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അവന് എന്തെങ്കിലുമൊക്കെ ഐഡിയ അവനും വന്നോട്ടേ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനും പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇതുപോലെ ഈ ബോട്ടിലാണ്. ഇനി ഈ ബോട്ടിലിനെ ഞാനിത് കട്ട് ചെയ്ത്, ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ലാമ്പാണ്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ലാമ്പിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഞാനൊരു ബേർഡിനെയും ചെയ്തിട്ടത്. ആ ഒരു ബേർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇത് വെറും ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഉരുട്ടിയെടുത്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് ഒരു റൗണ്ട് ഷേപ്പാക്കി. അപ്പം എല്ലാമേ വേസ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരെണ്ണം പോലും ഇപ്പോഴെനിക്ക് ഒന്നും വേസ്റ്റാക്കി കളയാൻ തന്നെ തോന്നത്തില്ല. അതുപോലെ എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകൾ ചെയ്തെടുക്കാമെന്നൊരു കരുതലിലാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ മോട്ടിവേഷൻ ആയിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടെയും അപേക്ഷിക്കുകയാണ്, വെറുതെ ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസുകളോ അല്ലെങ്കിൽ ഡ്രോയിങ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ മൈൻഡ് റിലാക്സേഷൻ നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പം ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഉരുട്ടിയെടുത്ത് ഒരു ഹെഡാക്കി, അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് കുറച്ച് നീളത്തിൽ ചുരുട്ടി അതിൻ്റെ ബാലൻസാണ് അതൊരു ടെയിൽ പോലെ ഇരിക്കുന്നത്. വെറുതെ ചുരുട്ടി ഒട്ടിച്ചെടുക്കുക മാത്രമേ ചെയ്തത്. കൊണ്ട് ഒട്ടിച്ചെടുത്തപ്പോൾ ഒരു ഹെഡുമായി ബോഡിയും ആയി കഴിഞ്ഞു. വെറുതെ ചുരുട്ടി കൂട്ടി ഒട്ടിച്ചെടുത്തത്. അതിന് 2 വിങ്സ്, ആ വിങ്സിൻ്റെ ഷേപ്പ് നമുക്കറിയാം, ഒരു ലീവ്സിൻ്റെ ഷേപ്പാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വിങ്സിൻ്റെ 2-3-4 കട്ടിങ്സോടുകൂടി ആക്കുമ്പോഴത്തേക്ക് 2 വിങ്സ് സെയിം ഈക്വലായിട്ടുള്ള 2 വിങ്സും നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ്, എല്ലാം വളരെ സിമ്പിളാണ്, എങ്കിലോ വളരെ മനോഹരമായിട്ടുള്ളൊരു ഐറ്റമാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റേതായൊരു സന്തോഷം നമ്മളിൽ ഉണ്ട് താനും. കണ്ടില്ലേ, ഇത് 2 വിങ്സുകളാണ് ഈ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. 2 വിങ്സുകൾ അത് കട്ട് ചെയ്ത് സിസറിന് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ 2 വിങ്സ് നമ്മളത് ഒട്ടിച്ചഴിഞ്ഞ്, ഇതെല്ലാം ഫെവിക്കോൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ലൊരു ബേർഡായി. ബേർഡെന്ന് പറഞ്ഞാൽ പാരറ്റിനെയാണ് ഉദ്ദേശിച്ചത്. ഇത്രയും കണ്ടില്ലേ, അത്രയും ടെയിലിൻ്റെ ആവശ്യമില്ല. കാരണം ആ ഒരു കണ്ടില്ലേ, ആ ഒരു കൂട് അല്ലെങ്കിൽ ഒരു അതെന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്. അപ്പോൾ കുറച്ച് ആ ടെയിലും കട്ട് ചെയ്ത് കളയും. ഇനിയിപ്പം ഇതിൽ നമ്മളൊന്ന് ഉണ്ടല്ലോ, ഇതൊരു ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ B7000 എന്ന ഒരു ഗമ്മ് വളരെ എളുപ്പത്തിൽ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കുറച്ച് സമയം ഒന്ന് പിടിച്ച് വെക്കണമെന്നുള്ള ആ ഒരു ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലത്തെയും താഴത്തെയും ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ക്യാപ്പിൽ അത് ഒട്ടിച്ചെടുത്ത് അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. ആ ഒരു ബാലൻസ് പോർഷൻ എന്ന് പറയുന്നത് OHP ഗ്ലാസ് ഷീറ്റ് കൊണ്ടങ്ങ് കവർ ചെയ്യണം. ഇത് കണ്ടില്ലേ, ആ ഒരു OHP ഷീറ്റ് എടുത്ത് നമ്മളത് നോക്കി കറക്റ്റ് നമ്മളത് ഒട്ടിച്ച് കഴിയുമ്പം ആ ഒരു അത്രയും പോർഷൻ നമ്മൾ അറിയത്തത് കൂടിയില്ല. അത് ഒട്ടിച്ച് കഴിഞ്ഞ് B7000 നല്ല സൂപ്പർ ഗമ്മാണ്, ഗ്ലൂ ആണ്. ഇതിപ്പം നമ്മൾ ആ ഒരു താഴോട്ട് കുറച്ച് റൗണ്ട് ചെയ്ത് അതിനെ ഇൻസേർട്ട് ചെയ്ത് അത് ഒട്ടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞ് ലൈറ്റ്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഇതിന് കളർ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പാരറ്റിന് നമുക്ക് ഇഷ്ടമുള്ള കളർ, നമുക്ക് പല സൈസ് പാരറ്റുകളുണ്ട്. അപ്പം ഇത് യെല്ലോ, ബ്ലൂ എല്ലാം കൂടി മിക്സ് ചെയ്തത് റെഡും യെല്ലോ, പിങ്കും റെഡും യെല്ലോയും ഒക്കെ ഗ്രീനും മിക്സായിട്ടുള്ള പാരറ്റ് വേറെയും ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇയറിങ്സാണ്. അത്
മോളുടേതാണ്. കുറേ ബാലൻസ് ആയിട്ടുള്ള കുറേ എണ്ണം മോള് തന്നെ എനിക്ക് തന്നു. ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് അമ്മയുടെ കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത് അതെന്ത് ചെയ്യാൻ പറ്റും, ഇതിലെങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഇതെല്ലാം തെർമോക്കോളിൻ്റെ ബബിൾസാണ്. അതെല്ലാം അകത്ത് അതെല്ലാം ഫിറ്റ് ചെയ്ത് അതെല്ലാം ഡെക്കറേറ്റും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മൈൻഡിൽ നമുക്ക് എത്രത്തോളം അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ പാരറ്റിന് കളർ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ അത് ഒട്ടിച്ച് B7000 എന്ന ഗം കൊണ്ട് കുറച്ച് നേരം ഒന്ന് പിടിച്ചാൽ മതി, എപ്പോഴും ഒട്ടി. ഇത് മോളുടെ ഒരു ബ്ലൗസിൻ്റെതാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഇട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ അതിനെ കുറച്ചും കൂടി എത്രത്തോളം ഭംഗിയാക്കി എടുക്കാമെന്നും കരുതി മൊത്തം അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് കുറച്ച് ആവശ്യത്തിനായിരിക്കണമെങ്കിലോ ഭംഗി ഉണ്ടായിരിക്കണം. അപ്പം അത് ആ ഒരു ബ്ലൗസിൻ്റെ ഒരു കൈയുടേതാണ്. കട്ട് ചെയ്തപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് പോർഷനും കൂടി കവർ ചെയ്യാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ ക്യൂടെക്സിൻ്റെ അടപ്പിൽ ഞാൻ ചെയിനാണ്, അത് ഓർണമെൻറ്റ് മേക്കിങ്ങിൻ്റെ ചെയിൻ ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ B7000 എന്ന ഗം കൊണ്ട് അതിൻ്റെ അകത്ത് വെച്ച് ഒട്ടിച്ചപ്പം അത് ഒട്ടിയിരിക്കും. നമ്മളിങ്ങനെ അതിൽ ഹാങ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ആ ഒരു ചെയിൻ ഞാൻ അതിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്, കേട്ടില്ലേ. അപ്പം ആ ഒരു ബേർഡിനെ അതിൽ ഹാങ് ചെയ്ത് ഇടാമെന്നാണ് ഉദ്ദേശിച്ചത്. ആദ്യം ഞാൻ താഴെ അത് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിനത്രയും ഭംഗി കാണാൻ കുറവായിരിക്കും. താഴെയെന്ന് വെച്ചാൽ നമ്മളവിടെ ലൈറ്റല്ലേ കൊടുക്കുന്നത്. ഇത് ക്യൂടെക്സിൻ്റെ ഒരു ക്യാപ്പാണ് അവിടെ അടച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വേസ്റ്റാണ്, എല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം വളരെ മനോഹരമായി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. കാണുന്നവർക്ക് അത് അത്രയും വലിയൊരു കാര്യം അല്ലെങ്കിൽ കൂടിയും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതിൽ. അപ്പം അത് ഹാങ് ചെയ്യാനായിട്ട് ഞാനവിടെ ചെറിയൊരു ക്ലിപ്പ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൂടെ തന്നെ കൊരുത്ത് ഇടാം നമുക്ക്. കുറച്ചും കൂടി ചെറിയൊരു ബേർഡ് ആയിരിക്കേണ്ടതായിരുന്നു, പക്ഷേ ചെയ്തപ്പോൾ കുറച്ച് വലിയൊരു ബേർഡായിപ്പോയി. പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കത്തക്ക വിധത്തിൽ റെഡി ആയിക്കഴിഞ്ഞ് എല്ലാം ഒട്ടിച്ച് ആ മുകൾ ഭാഗത്ത് ഞാൻ ഗോൾഡൻ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊന്നും കൊടുത്തിട്ടില്ല. ഏറ്റവും താഴെ ഡെക്കറേഷൻ വെച്ച് അത് ഒരു ബ്ലൗസിൽ ഒട്ടിക്കേണ്ടതായിരുന്നു. അത് ഞാൻ അതും എടുത്താണ് ഞാൻ അവിടെ താഴത്തെ പോർഷനിൽ അത് കംപ്ലീറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ മനോഹരമായിട്ട് നമ്മൾ വാങ്ങിച്ചൊരു ലാമ്പായിട്ട് തന്നെ തോന്നുന്നില്ലേ. അപ്പോൾ ആ ഒരു ബേർഡിനൊരു കവറേജും കൊടുത്ത് താഴെ നമ്മൾ ഒരു ലൈറ്റും കൂടി ഉണ്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഒരുപാട് വളരെ മനോഹരമായിട്ട് തോന്നുന്നു. ഇത്രത്തോളം ആക്കി എടുക്കാമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലെന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആ ബേർഡിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഇയർ റിങ്സും ഒക്കെ ചെയ്തപ്പം വളരെ മനോഹരമായിട്ട് തോന്നി. അതിലൊരുപാട് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക്സ് ഞാൻ അറിയിപ്പിക്കുന്നു.